ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് സെഷനുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതാ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ പവറിൽ ഇരിക്കുക കേട്ടോ, കാരണം ഫുൾ പവർ വേണ്ട ഒരു സെഷനാണിത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? ഫുൾ പവറിലല്ലേ? ഫുൾ സെറ്റ് അല്ലേ? ഫുൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ലൈൻസ് ഓൺ ദ എർത്ത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, എന്താണ് ലൈൻസ് ഓൺ ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ്? നമ്മുടെ ഭൂമിയെ നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് വേറെ ഒരു കുഞ്ഞു ഭൂമി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഐ ഷോ യു. നോക്കിയേ, ഭൂമിയെ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയെ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഭൂമിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വരകൾ കാണാം അല്ലേ? നമ്മുടെ ഭൂമിയിൽ നോക്കിയാൽ ഇങ്ങനെ കുറേ വരകൾ ഇങ്ങോട്ടുണ്ട്, കുറേ വരകൾ താഴോട്ടുണ്ട്, അങ്ങനെ നിറയെ വരകളുണ്ട് അല്ലേ? ഈ വരകളൊക്കെ ഈ ഭൂമിക്ക് എന്തിനാ? മര്യാദയ്ക്ക് ഒരു റൗണ്ട് കളർ ആയാൽ പോരെ അല്ലേ? ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് ആ ഒരു കളർ കൊടുത്താൽ പോരെ? എന്തിനാ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരകൾ വരച്ചത്? എന്താണ് അതിൻ്റെ ഒരു പേർപ്പസ്? എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഒക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് എവിടെയാണ് ഓരോരുത്തരും ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വരകൾ നമ്മളെ ഭൂമിക്ക് വരച്ചു കൊടുത്തത്. സോ ഇതിനെ പറയുന്നത് ഇമാജിനറി ലൈൻസ് എന്നാണ് കേട്ടോ, അല്ലാതെ ശരിക്കും ഭൂമിയിൽ ഇങ്ങനെ കുറേ വരകളല്ല. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇമാജിനറി ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് നമുക്ക് ഒരുപാട് ഇമാജിനറി ലൈൻസ് കാണാം. അതെന്തിനാണ്? നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൊക്കേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്താൽ കാണാമല്ലേ, റോഡൊക്കെ ഇങ്ങനെ കുറേ വരകളൊക്കെ പോലെ പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിലെ ലൈനും. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ ലൈൻ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ ലൈനുകളൊക്കെ എന്താണെന്ന് അറിയാനാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നോക്കിയാൽ നമുക്ക് ഒത്തിരി ലൈൻസ് ഇങ്ങനെ നീലയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരുപാട് ഹൊറിസോണ്ടൽ ലൈൻസിനെ നമുക്ക് കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ വരകളെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എന്തും കൂടെ ഉണ്ട്? വേർട്ടിക്കൽ ലൈൻസും ഉണ്ട് അല്ലേ? ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന വേർട്ടിക്കൽ ലൈൻസും എവിടെയുണ്ട്? ഭൂമിയിൽ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇമാജിനറി ലൈൻസ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസിനെ എന്താണെന്ന് വിളിക്കാന്നറിയോ? അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖ. ഓക്കെ, അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വേർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖ എന്നാണ് പറയുന്നത്. രേഖാംശ രേഖ. ഓക്കെ, അപ്പൊ അക്ഷാംശ രേഖയെ കുറിച്ചും രേഖാംശ രേഖകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉറപ്പിച്ച മക്കളെ, ഇത് നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റെഡി? എല്ലാവരും സെറ്റ് ആണല്ലോ? കൂടുതൽ നമുക്ക് അറിഞ്ഞാലോ അക്ഷാംശ രേഖയെ കുറിച്ചും അതേപോലെ രേഖാംശ രേഖയെ കുറിച്ചും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. എന്താണ്? ഇതേപോലെയുള്ള, ഓക്കെ, ഭൂമിയെ നോക്കിയാൽ ഇങ്ങനെ ഒത്തിരി ലൈൻസ് കാണും. ഈ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസിനെ നമ്മൾ അക്ഷാംശ രേഖ എന്നാണ് പറയുന്നത്. ഇതേപോലെയുള്ള ഒത്തിരി വേർട്ടിക്കൽ ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ വേർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മൾ രേഖാംശ രേഖ അല്ലെങ്കിൽ ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വരകളെ നമ്മൾ എന്താണ് പറയുന്നത്? അതെ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന വരകളെ നമ്മൾ എന്ത് പറയുന്നു? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നു. റെഡി ആണല്ലോ? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും റെഡി ആണല്ലോ? അക്ഷാംശ രേഖയും രേഖാംശ രേഖയും റെഡി ആണല്ലോ? ഓക്കെ, ഇനി ഇവരെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വര കൂടിയുണ്ട് കേട്ടോ. ഇതിനെ 2 പാർട്ടാക്കി മാറ്റുന്ന ഒരു വര നിങ്ങൾ നോക്കിയേ, ശ്രദ്ധിച്ചേ. ഇവിടെ നടുവിലായിട്ടുള്ള ഒരു വര ശ്രദ്ധിച്ചേ. ഈ വരയെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 എണ്ണമാക്കി തിരിക്കുന്ന ഈ നടുവിലൂടെ പാസ് ചെയ്യുന്ന ലൈനെ നമ്മൾ എന്ത് പറയുന്നു? ഇക്വേറ്റർ എന്ന് പറയുന്നു. ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അതേപോലെ എന്താണ്? ഈ വരയെ നമ്മൾ 2 ആക്കി ഇങ്ങനെ
പിളർത്താൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെയുള്ള ഈ ഒരു വരേനെ നമ്മൾ എന്താണ് പറയുന്നത്? പ്രൈം മെറീഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നും പറയാം കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. പ്രൈം മെറീഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നും നമുക്ക് പറയാം. റെഡി അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നടുവിലുള്ള വരയാണ് ഇക്വേറ്റർ. ഇതിന്റെ ഇവിടെയുള്ള വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം മെറീഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ദാ നോക്കാം. യെസ്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഇക്വേറ്റർ അല്ലേ, ഇക്വേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഹെമിസ്ഫിയർ ആയിട്ട് ഭൂമിയെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധ ഗോളം. ഓക്കെ, ഒന്നാമത്തേത് മേലെ ഉള്ളത് നോർത്ത് വശത്തുള്ളത്, ഉത്തര ധ്രുവത്തിലുള്ളതിനെ നമ്മൾ ഉത്തരാർദ്ധ ഗോളം അഥവാ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. താഴെ ആരാണുള്ളത്? നമ്മുടെ സൗത്ത് ആണല്ലേ. അതേപോലെ സൗത്തിലുള്ള ആളെ നമ്മൾ എന്താ പറയുന്നത്? സൗത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളം. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിലുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ദക്ഷിണാർദ്ധ ഗോളം അഥവാ സൗത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ നടുവിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണ്? അതാണ് ഇക്വേറ്റർ. അതിനെയാണ് നമ്മളെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്? ലാറ്റിറ്റ്യൂഡ് ആണോ ലോഞ്ചിറ്റ്യൂഡ് ആണോ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ രേഖയാണ്. ഓക്കെ, ഇനി നോക്കിയത് ആ വെർട്ടിക്കൽ ആയിട്ടുള്ള മറ്റൊരു ലൈൻ കൂടെ ഉണ്ട് അല്ലേ? ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയെ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഈ വശത്ത് വെസ്റ്റ് സൈഡിൽ എന്തുണ്ട്? വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഉണ്ട്. ആൻഡ് ഈ സൈഡിൽ ഈസ്റ്റിൽ എന്തുണ്ട്? ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. കിഴക്ക് രേഖാംശ രേഖകളും പടിഞ്ഞാറ് രേഖാംശ രേഖകളുമാണ് ഉള്ളത്. ഓക്കെ, വെസ്റ്റില് നമുക്ക് പടിഞ്ഞാറ് രേഖാംശ രേഖകളുണ്ട്. അതേപോലെ കിഴക്ക് വശത്ത് നമുക്ക് എന്തുണ്ട്? കിഴക്ക് രേഖാംശ രേഖകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ഈ ലൈനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെ? സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്നുകൂടെ പറയാം? പ്രൈം മെറീഡിയൻ എന്നുകൂടെ പറയാം. റെഡി? ക്ലിയർ അല്ലേ? ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, ലാറ്റിറ്റ്യൂഡ് എന്താണ്? ക്ലിയർ ആണല്ലോ. അതേപോലെ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും, അതായത് ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും, അതേപോലെ വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും, കിഴക്ക് രേഖാംശ രേഖകളും പടിഞ്ഞാറ് രേഖാംശ രേഖകളും ഏതാണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇങ്ങനെയുള്ള വരകളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ലാറ്റിറ്റ്യൂഡ് ആണ്, അക്ഷാംശ രേഖകളാണ്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന വരകളെ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രേഖാംശ രേഖകൾ. ഇങ്ങനെയുള്ളത് ലാറ്റിറ്റ്യൂഡും ഇങ്ങനെ എണീച്ചു നിന്നാൽ അതെന്താണ്? ലോഞ്ചിറ്റ്യൂഡുമാണ്. ഓക്കെ, കിടക്കുന്നത് ലാറ്റിറ്റ്യൂഡ്, എഴുന്നേറ്റ് നിൽക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഇനി ആരും മറക്കില്ലല്ലോ? ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ രേഖകളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ ഓൾറെഡി അറിയാം. എന്താണ്? അക്ഷാംശ രേഖകളെ 2 എണ്ണമാക്കി ഡിവൈഡ് ചെയ്യുന്ന ഈ വരെ എന്താണ് നമ്മൾ പറയുന്നത്? ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഭൂമധ്യരേഖ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചില്ലേ ഭൂമധ്യരേഖ ഏതാണെന്ന്? ഇവിടെ നമുക്ക് എന്തുണ്ട്? നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തിലായിട്ട് ദക്ഷിണ ധ്രുവത്തിൽ നമുക്ക് നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയറുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മേലെ നമുക്ക് എന്തുണ്ടാവും? നോർത്ത് പോൾ ഉണ്ടാവും, താഴെ സൗത്ത് പോളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യം ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമുക്ക് ഇക്വേറ്റർ എവിടെയാണെന്ന് അറിയാം, നമ്മുടെ ഉത്തര ധ്രുവം എവിടെയാണെന്ന് അറിയാം, അതേപോലെ ദക്ഷിണ ധ്രുവം എവിടെയാണെന്നും അറിയാം. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്. നമ്മുടെ മാപ്പ് എടുത്താൽ ഇവിടെ നമുക്ക് നോർത്ത് ഉണ്ട്, ഇവിടെ സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ച് ഒരു സംശയമില്ലല്ലോ. അപ്പൊ നോർത്തിലുള്ളത് ഉത്തര ധ്രുവവും സൗത്തിലുള്ളത് നമ്മുടെ ദക്ഷിണ ധ്രുവവുമാണ്. ഇതിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണ്? അതിനെയാണ് നമ്മൾ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയുടെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 0 ഡിഗ്രിയിലാണ് ഭൂമധ്യരേഖ ഉള്ളത്. അതായത് ഭൂമിയോട് സൂര്യനോട് ഏറ്റവും അടുത്തായിട്ടുള്ള റീജിയൻ ആണ് ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നല്ല ചൂടായിരിക്കും ഉണ്ടാവുക.
അതേപോലെ നോർത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ചൂട് കുറഞ്ഞ് തണുപ്പായിരിക്കും. അത് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ചെറിയൊരു രീതിയിൽ മിസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളുടെ സൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സൺ കുട്ടപ്പനുണ്ട്. റെഡി, ഇതാണ് നിങ്ങളുടെ സൺ കേട്ടോ. സണ്ണായിട്ട് തോന്നുന്നുണ്ടോ? സണ്ണിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചതാ ഇങ്ങനെയൊക്കെ കൊടുക്കാം. യെസ്, ഇപ്പൊ ഒരു സൂര്യനായിട്ട് തോന്നില്ലേ? ഓക്കെ, അപ്പൊ ഈ സൂര്യൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചൂട് തരുന്ന റീജിയൻ ആണ് ഇത് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. നോർത്ത് പോളിലേക്കും അതേപോലെ സൗത്ത് പോളിലേക്കും നോക്കിയേ കുറച്ച് അകലമുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ നോർത്ത് പോളും സൗത്ത് പോളും അധികം ചൂടുള്ള ഏരിയ ആയിരിക്കില്ല. അവിടെയൊക്കെ കുറച്ച് തണുപ്പായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ നടുവിലുള്ള റീജിയനിലോ അവിടെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റും ആണ് ഉണ്ടാവുക. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലൈനെയാണ് നമ്മൾ ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ 0 ഡിഗ്രി ആണ്. അതേപോലെ നോർത്ത് പോളും സൗത്ത് പോളും 90 ഡിഗ്രി ആണ്. നോർത്തിലാവുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? 90 ഡിഗ്രി N എന്ന് എഴുതണം. എന്ന് പറഞ്ഞാൽ നോർത്ത് അല്ലേ? 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തിലാണ് സൗത്ത് പോളും ഉള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നിങ്ങൾക്ക് ആരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ആർട്ടിക് സർക്കിൾ ഉണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാ ആർട്ടിക് സർക്കിൾ ആണ് നോർത്ത് പോളിൻ്റെ അടുത്തായിട്ടുള്ളത്. ഇത് ആർട്ടിക് സർക്കിളിൻ്റെ ഡിഗ്രി എത്രയാണ്? 66.5 ആണ് കേട്ടോ. 66.5 ഡിഗ്രി. 66.5 ഡിഗ്രി ആണ് നമ്മുടെ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തായിട്ട് പിന്നെ ആരാ ഉള്ളത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഈ വരെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി N. ഓക്കെ, നോർത്തിലേക്ക് 23.5, അതായത് 23.5 ഡിഗ്രി നോർത്തിലാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ നോർത്ത് പോളിലുള്ളത്, ഉത്തര ധ്രുവത്തിൽ ഉള്ളത്. ഇനി ദക്ഷിണ ധ്രുവത്തിലേക്ക് നോക്കിയേ. അവിടെ ആരുണ്ട്? അവിടെ നമുക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അതേപോലെ അന്റാർട്ടിക് സർക്കിളും ആണുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ വേൾഡ് മാപ്പൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അന്റാർട്ടിക്ക എവിടെയാണ്? താഴെയായിട്ടാണല്ലേ വരുന്നത്. അപ്പോൾ ആ സൈഡിലുള്ളതാണ് അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ താഴെയുള്ളത് അന്റാർട്ടിക് സർക്കിളും മേലെയുള്ളത് ആർട്ടിക് സർക്കിളുമാണ്. ഓക്കെ, പിന്നെ എന്താണ്? ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക്കിൽ ക്യാൻസർ ആണുള്ളത്. ഇവിടെ എന്താ ഉള്ളത്? കാപ്രിക്കോൺ ആണുള്ളത്. ഇവിടെ കാപ്രിക്കോൺ ആണുള്ളത്. കാപ്രിക്കോണും ഇതേ സെയിം ഡിഗ്രിയാണ്, 23.5 ഡിഗ്രി സൗത്ത് എന്ന് എഴുതണം. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. ഇവിടെ എസ് എഴുതണം, ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? N എഴുതണം. നോർത്തിലുള്ളതിന് N എന്നും സൗത്തിലുള്ളതിന് S എന്നും എഴുതണം. ഓക്കെ, ഇനി അന്റാർട്ടിക് സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി സൗത്ത് ആണ് അല്ലേ? അന്റാർട്ടിക് സർക്കിൾ എവിടെയാണ്? യെസ്, സൗത്തിലാണ്. റെഡി? അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖകളെ കുറിച്ച് പറയാനുള്ളൂ. നടുവിലുള്ള ലൈൻ ഏതാണ്? ഇക്വേറ്റർ ആണ്. പിന്നെ നമുക്ക് നോർത്ത് പോൾ ഉത്തര ധ്രുവവും അതേപോലെ തന്നെ ദക്ഷിണ ധ്രുവം സൗത്ത് പോളുമുണ്ട്. ഓക്കെ, ഇവരെത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും ആണ്. പിന്നെ നമുക്ക് എന്താണുള്ളത്? ആർട്ടിക് സർക്കിൾ നോർത്തിലുണ്ട്. അത് എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി നോർത്ത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി. ഏതാണ്? നോർത്താണോ സൗത്താണോ? സൗത്ത്. റെഡി. അന്റാർട്ടിക് സർക്കിൾ എവിടെയാണ്? 66.5 ഡിഗ്രി സൗത്ത്. റെഡി? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചല്ലോ. ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ. എവിടെ ഈ ചോദ്യം കണ്ടാലും നിങ്ങൾ ഉത്തരം നൽകിയല്ലോ. റെഡി? ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് എന്തുകൂടെ നോക്കാം? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ച് നോക്കാം അല്ലേ? നമ്മുടെ രേഖാംശ രേഖകളെ കുറിച്ച് നോക്കാം. ഇപ്പോൾ രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള വേർട്ടിക്കൽ ലൈൻസ് ആണ് അല്ലേ? വേർട്ടിക്കൽ ലൈൻസ് ആണ് നമ്മുടെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇതിനിതാ ഡിവൈഡ് ചെയ്യുന്ന ഈ വരയെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നും പറയാം കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ലൈനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇതേത് സൈഡാ? വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? യെസ്, ഇവിടെ നമുക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയർ
ഹെമിസ്ഫിയർ ഉണ്ട്. ഇവിടെ നമുക്ക് ആരാണുള്ളത്? ഇവിടെ നമുക്ക് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ആൻഡ് ഇവിടെ നമുക്ക് നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. നോർത്ത് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് കേട്ടോ. 180 ഡിഗ്രി ആണ് നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖകളെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും പഠിച്ചു കൊണ്ട് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് ക്ലിയർ ആയി പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ ഉറപ്പിച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചാൽ എഴുതുന്നതാണ്. ഓക്കെ, റെഡി? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, ലാറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് പഠിച്ചത് അല്ലേ? യെസ്, നമ്മുടെ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും പഠിച്ചു. അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ കിടക്കുന്നതാണോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണോ? അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ഓക്കെ, എഴുന്നേറ്റ് നിൽക്കുന്നത് ആരാണ്? രേഖാംശ രേഖ. നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് ആണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, കിടക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ലൈനെ നമ്മൾ ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ലൈനെ നമ്മൾ പ്രൈം മെറീഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നു. റെഡി? ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡിഗ്രീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. റെഡി? പിന്നെ എന്താണ്, നമ്മുടെ ഇക്വേറ്റർ രണ്ടെണ്ണമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും ഉത്തരാർദ്ധഗോളമായിട്ടും ദക്ഷിണാർദ്ധഗോളമായിട്ടും നമ്മുടെ ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയെ വീണ്ടും രണ്ടെണ്ണമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പടിഞ്ഞാറ് രേഖാംശ രേഖകളും കിഴക്ക് രേഖാംശ രേഖകളും. ഓക്കെ, വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് മിസ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. മക്കൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ബിക്കോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.